കിടപ്പാടം നഷ്ടപ്പെടുന്നവർക്കും ദേശം വിട്ടു പോകേണ്ടി വരുന്നവർക്കും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവർക്കും സന്മനസ്സുള്ള ഗവൺമെൻറ്റുകളോ പ്രസ്ഥാനങ്ങളോ സമുദായങ്ങളോ ഒരുക്കി കൊടുക്കുന്ന താൽക്കാലിക കിടപ്പാടത്തിനെ റെഫ്യൂജി ക്യാമ്പ്, അഭയാർത്ഥി ക്യാമ്പ് എന്ന് പേർ വിളിക്കുന്നു. തള്ളപ്പെട്ടവർക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കും പ്രകൃതിക്ഷോഭങ്ങളിൽ, യുദ്ധങ്ങളിൽ, കലാപങ്ങളിലൊക്കെ ഇരയായവർക്കും ഈ അഭയാർത്ഥി ക്യാമ്പ് വലിയ ഒരു ആശ്വാസം തന്നെയാണ്. ദൈവമക്കളായിരിക്കുന്നവരും ഇതിനോട് സമാനങ്ങളായ തള്ളപ്പെടലുകളിലൂടെയും പീഡനങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയുമൊക്കെ കടന്നു പോകാറുണ്ട്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ അല്പമാശ്വാസം കിട്ടുവാൻ ഏവരും ആഗ്രഹിക്കുന്നുമുണ്ട്. ഇതിനൊരു പരിഹാരം 9-ാം സങ്കീർത്തനത്തിലൂടെ ഭക്തനായ ദാവീദ് നിർദ്ദേശിക്കുന്നുണ്ട്. വാക്യം 9: യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. പീഡിതൻ എന്ന വാക്കിന് ഒപ്രസ്ഡ് എന്നാണ് ഇംഗ്ലീഷ് പദം. അതിനർത്ഥം അടിച്ചമർത്തപ്പെട്ടവർ എന്നാണ്. ഇതിൻ്റെ എബ്രായ പദത്തിൻ്റെ അർത്ഥം ദുരുപയോഗം ചെയ്യപ്പെട്ടവർ, തകർക്കപ്പെട്ടവർ, ഉപദ്രവമേൽക്കുന്നവർ എന്നൊക്കെയാണ്. ഇങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്ക് നമ്മുടെ കർത്താവ് ഒരു അഭയസ്ഥാനമാണ്. ഇന്ന് നമ്മൾ പലരും കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ 10 മടങ്ങ് അനുഭവിച്ചവനാണ് ദാവീദ്. അന്നേരങ്ങളിലെല്ലാം കർത്താവിലുള്ള തൻ്റെ ആശ്രയത്തിൽ അവൻ സുരക്ഷിതത്വം കണ്ടെത്തി. ഇതേ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കോരഹപുത്രന്മാരും പറയുന്നു. 46-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ആശ്രയത്തിനായി, തുണയ്ക്കായി, ആശ്വാസത്തിനായി, സുരക്ഷിതത്വത്തിനായി ഒന്ന് ഓടിച്ചെല്ലാൻ സ്വന്തക്കാരായോ ബന്ധുക്കാരായോ ഉറ്റ ചങ്ങാതിമാരായോ ആരും തന്നെ നമ്മുടെ ചുറ്റുപാടിൽ നാം കണ്ടില്ല എന്ന് വരാം. എന്നാൽ നമ്മെ ഇരുകരവും നീട്ടി ഏത് സമയത്തും സ്വീകരിക്കുവാൻ തയ്യാറായി നമ്മുടെ കർത്താവുള്ളതിൽ നമുക്ക് ആശ്വസിക്കാം. അവൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരുടെയും മുഖം ഇതുവരെയായിട്ടും ലജ്ജിച്ചു പോയിട്ടില്ല. അവൻ്റെ അടുക്കിലേക്ക് ഓടി അടുത്തവരെ ആരെയും അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല. ആവശ്യഭാരങ്ങളുമായി കരങ്ങൾ നീട്ടി ചെന്നവരെ ആരെയും വെറും കൈയോടെ അവിടുന്ന് മടക്കി അയച്ചിട്ടില്ല. നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, പലവിധമായ പ്രതിസന്ധികളിലൂടെ ഞാനിന്ന് കടന്നു പോകുന്നു. എൻ്റെ കൂടെ നിൽക്കാനോ ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയുവാനോ ഈ ഭൂമിയിൽ എനിക്കാരുമില്ല. എന്നാൽ എനിക്ക് തുണയായി, സഖിയായി, ആശ്വാസകനും പരിപാലകനുമായി എന്നെ കൈക്കൊള്ളുന്ന ഒരു കർത്താവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കൈക്കൊള്ളുന്നതിനായി സ്തോത്രം. അങ്ങയുടെ അഭയസ്ഥാനം എനിക്ക് ആശ്വാസമായി തീരട്ടെ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.